ഇതല്ല ഐക്യത്തിന്റെ വഴി. രാഷ്ട്രീയക്കാരെ പോലെ ഒരു റൂമിൽ ഇരുന്നിട്ട് പ്രസിഡന്റ് ഞങ്ങള്, വൈസ് പ്രസിഡന്റ് ഞങ്ങള്, സെക്രട്ടറി ഇവിടുന്ന്, ജോയിന്റ് സെക്രട്ടറി നിങ്ങള്, എക്സിക്യൂട്ടീവ് പകുതിയും ഇതല്ല ദീനിലെ ഐക്യം. അങ്ങനെ ഐക്യമാണ് ദീനില്, അത് രാഷ്ട്രീയത്തിലുണ്ടാകും. ദീനിലെന്താ നിങ്ങളാ പറഞ്ഞത് ശരിയല്ല, അല്ല ശരിയാണ്, അല്ല ശരിയല്ല, കിതാബിത, ഹദീസത, ആയത്തത, തഫ്സീർ, മനസ്സിലായി തിരുത്തി, അസ്തഗ്ഫിറുല്ലാഹ്. ഇതല്ലേ ഐക്യം? ഇതാണ് ഐക്യം. അല്ലാതെ ഓരച്ചിട്ട് കസേര ഓരച്ചിട്ട് സ്ഥാനം ഓരി വെച്ചിട്ട് ദീനിലുണ്ടൊരു ഐക്യം. ഇമാം അഹ്മദിനോട് പറഞ്ഞു, രാജ്യത്തെ ഗ്രാൻഡ് മുഫ്തിയാക്കാം, ഒറ്റ വാക്ക് മാറ്റി പറഞ്ഞാൽ മതി, ഒരു വാക്ക് മാറ്റിയാൽ മതി, ഗ്രാൻഡ് മുഫ്തിയാക്കാം, എല്ലാ ഓഫറും നൽകാം. ഇമാം അഹ്മദ് എന്താ പറഞ്ഞത്? അള്ളാന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ വല്ലതും ഉണ്ടെങ്കിൽ തരൂ, ഞാൻ പ്രഖ്യാപിക്കാം. ഇല്ലേ പറയാൻ എന്നെ കിട്ടില്ല. ചാട്ടവണം അടിക്കാനാ ഓടിട്ടത്. രണ്ടു കാലം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഭാര്യമേറിയ ചങ്ങല അദ്ദേഹത്തെ ബന്ധിതാക്കി ജുമാക്ക് ശേഷം പള്ളിയുടെ മുറ്റത്ത് നിർത്തിയിട്ടാണ് വെളുത്തും എടുത്തും ആള് നിർത്തിക്കൊണ്ട് ചാട്ടവാര കൊണ്ട് മാറി മാറി അടിക്കുന്നത്. രാജാവ് സാക്ഷിയായി നിൽക്കുക. അവിടെ കുറെ അടിച്ചപ്പോ രാജാവ് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് അഹമ്മദ് സ്വയം നശിപ്പിക്കുന്നത്? ഒന്ന് മാറ്റി പറഞ്ഞാൽ പോരെ, എന്തെല്ലാം ആനുകൂല്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഓഫർ ചെയ്യപ്പെട്ടത്? അപ്പോഴും പറയും, ധിക്കാരി, അടിക്കടാവനെ. വീണ്ടും പടി. കുറെ അടി കഴിയുമ്പോൾ നിർത്താൻ പറയുന്നു. വീണ്ടും ചോദിക്കും, എന്തിനാണ് അഹമ്മദ് ഈ നശിപ്പിക്കുന്നത്? ഓഫർ കൂട്ടിക്കൊടുക്കാണ്. ഓഫർ കൂട്ടിക്കൊടുക്കുന്നു. ഇത്രായിരം തരാം, ഇന്ന സ്ഥാനങ്ങൾ തരാം, നിങ്ങൾ പറഞ്ഞ ഏത് നാട്ടിൽ ഔദ്യോഗിക നിയമമാക്കാം. ഒരു വാക്ക് അള്ളാന്റെ കിതാബ് ഖുർആന് അത് അള്ളാന്റെ കലാമല്ല, അള്ളാന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴും പറയും, അവസാനം മകൻ അബ്ദുള്ള പറയാണ്, അടിച്ചടിച്ചടിച്ചടിച്ച് ബാപ്പാന്റെ ശരീരത്തിൽ നിന്ന് മാംസം ഒന്നാകെ ഇങ്ങനെ പൊളിഞ്ഞ് തൂങ്ങി, ഒന്നാകെ രക്തം ചീറ്റി. അവസാനം ബാപ്പ ബോധം കെട്ട് വീണു. നോക്കി നിൽക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പഴയ പായ കൊണ്ടുപോയി ഞാൻ ബാപ്പാനെ മേലിട്ടു, ഇനി അടിക്കണമെങ്കിൽ അതിനെ മേലടിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അവസാനം എല്ലാം കഴിഞ്ഞ് വിട്ടയച്ചപ്പോൾ ഞങ്ങൾ ബാപ്പാനെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി 6 മാസം ചികിത്സിച്ചിട്ടാണ് ബാപ്പാക്ക് മര്യാദക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിഞ്ഞത്. അന്ന് 72.5 വയസ്സ് പ്രായം. ആ സമയത്താണ്. ഇതെന്തിനാ? ദീനിലിങ്ങനെ സ്ഥാനം ഓരച്ചിട്ട് ഓഫർ വാങ്ങിയിട്ട് മാറ്റിപ്പറച്ചിലുണ്ടോ? ഇപ്പൊ അതിന്റെ കാലം നോക്കി.